ഗുഡ് മോർണിംഗ് എല്ലോറ. വേരുൾ ഗ്രാമം. അതാ എല്ലാവരും ജോലിക്ക് പോണതാണ്, പണിക്ക് പോണതാന്ന് തോന്നുന്നു. കൃഷിപ്പണിക്കായിരിക്കാം. തലയിൽ ചുമടൊക്കെ വെച്ച് അങ്ങനെ ഭക്ഷണവും വസ്ത്രമൊക്കെ ചുമടാക്കി തലയിൽ വെച്ച് അങ്ങനെ കാടിൻ്റെ ഉള്ളിലേക്ക് പോണ പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇതൊരു കാർഷിക ഗ്രാമമാണല്ലോ, അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ പുലർച്ചെ തന്നെ തുടങ്ങുമായിരിക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വെൽക്കം ടു FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്. ഇന്ന് നമ്മുടെ യാത്രയുടെ 30-ാം ദിവസം. ഒരു മാസം കംപ്ലീറ്റ് ആയി. ഇന്ന് നമ്മൾ എല്ലോറയിൽ നിന്ന് നേരത്തെ തന്നെ 6 മണിന്ന് വിചാരിച്ചു, ഒരു 6:45 ഇറങ്ങി നേരെ അജന്തയിലേക്ക് ഇങ്ങനെ പാഞ്ഞു പോവാണ്. 2 hours ആണ് കാണിക്കുന്നത്, 100 kilometers. അപ്പോൾ ഈ അജന്ത എല്ലോറയും 6 to 6 ആണെന്നുള്ളത് ഇവിടെ വന്ന് ഇവർ പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഗൂഗിളിൽ 9 to 6 ആണ് എടുക്കണേ. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇന്നലെ രാത്രി തന്നെ അജന്തയിൽ പോയി കിടക്കായിരുന്നു അല്ലേ. അപ്പോൾ പക്ഷെ 6 മണിക്ക് തുറക്കുന്നു നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് ഈ നല്ല വെതറിൽ കാണാൻ പറ്റിയേനെ, ചൂട് ആവണേലും മുന്നേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ പരമാവധി 8:30 നമ്മൾ എത്തും. എന്നിട്ട് നമുക്ക് അതിൻ്റെ വിശദമായി നടന്ന് കാണണം. അത് കഴിഞ്ഞ് ഔറംഗാബാദിൽ, അതായത് ഇന്നത്തെ ഛത്രപതി സംഭാജി നഗർ, അതാണ് ഇപ്പോൾ ഔറംഗാബാദിൻ്റെ പേര്. അപ്പോൾ എന്തായാലും ഔറംഗാബാദ് എന്ന് പറഞ്ഞപ്പോൾ ഔറംഗസേബിൻ്റെ ടൂമ്പ് ഇവിടെ ഉണ്ട്, ശവകുടീരം ഇവിടെ ഉണ്ട്. കുറച്ചൊരു 6 കിലോമീറ്റർ ഡീവിയേഷൻ പോകണം. പക്ഷെ ഇപ്പോൾ നമ്മളതിന് പോകാൻ നിന്നാൽ നമ്മുടെ അജന്തയിൽ വെയിലുദിക്കും. അപ്പോൾ നമുക്ക് വേഗം പോവാം. പിന്നെ എല്ലോറയുടെ ഗ്രാമീണ പേര് വേരൂൾ എന്നാണ്. അങ്ങനെ ആദ്യം വേരൂൾ കണ്ടപ്പോൾ അത് വേറെ അടുത്തൊരു സ്ഥലമാണെന്ന് വിചാരിച്ചു. പക്ഷെ അവർ പറഞ്ഞു എല്ലോറ എന്നുള്ളത് പുറത്ത് ഇംഗ്ലീഷുകാർ ഇട്ട പേരാണ്, ഞങ്ങളുടെ നാടിൻ്റെ പേര് വേരൂളാണെന്ന് പറഞ്ഞു. രണ്ടും തമ്മിൽ വലിയൊരു മാച്ചൊന്നും ഇല്ല. പിന്നെ എല്ലോറയുടെ വേറൊരു പ്രത്യേകത, അത് നമ്മൾ ചെന്നപ്പോൾ ഹോട്ടലിൽ ആള് ചോദിച്ചു, അതിൻ്റെ ഓണർ ആണ്, പുള്ളി അവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് നല്ല വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന നല്ല മനുഷ്യൻ. അപ്പോൾ പുള്ളി ചോദിച്ചു, നിങ്ങൾ മന്ദിർ പോയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അത്ര അങ്ങനെ കഥ വെച്ചില്ല. കുറേ അമ്പലങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. പിന്നെ ഇവിടെ അത്ര വലിയ പ്രശസ്തമായ ഒരു അമ്പലം ഉണ്ടെന്ന് അങ്ങനെ കേട്ടിട്ടില്ല നമ്മൾ. അത് കഴിഞ്ഞപ്പോൾ പല പ്രാവശ്യം ചോദിച്ച് ഇങ്ങനെ ഇപ്പോൾ ഞാനൊന്ന് ഗൂഗിൾ ചെയ്തപ്പോഴാണ് ഇത് കൃഷ്ണേശ്വർ ടെമ്പിൾ എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗ ടെമ്പിൾസിൽ 12ാമത്തെയാണിത്. ലാസ്റ്റ് ഫൈനൽ വൺ. എന്താണ് ഈ ജ്യോതിർലിംഗ ടെമ്പിൾ? എന്താ ജ്യോതിർലിംഗ ടെമ്പിൾ? ശിവനുമായി ബന്ധപ്പെട്ട് വളരെ ഫേമസ് ആയിട്ട് ജ്യോതിർലിംഗ ടെമ്പിൾ ദർശനം അങ്ങനെയൊക്കെ നമ്മൾ വായിക്കാറൊക്കെ ഉണ്ട്. എനിക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. പ്രത്യേകമായ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ഒരു ശക്തിയുള്ള ശിവന്റെ അമ്പലങ്ങളെ പറയുന്ന പേരായിരിക്കും ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെയും ഫേമസ് ആണ് എല്ലോറ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്കിനി അതിന് നേരമില്ലാത്തതുകൊണ്ട് പിന്നെ ഒരു ഹനുമാൻ ടെമ്പിളും ഉണ്ട്. നമ്മൾ തന്നെ അതിനൊന്നും നിന്നില്ല, വേഗം അജന്തയിലേക്ക്. ഹിസ്റ്ററി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ യുനെസ്കോ പൈതൃക പട്ടികയിൽപ്പെട്ട അജന്തയിലേക്ക് വേഗം പോകാം. നമ്മളങ്ങനെ പാട്ടുപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വശത്ത് ഇങ്ങനെ വണ്ടികൾ ഒതുക്കിയിട്ടിട്ടുണ്ട്. ആദ്യം വിചാരിച്ച് ബ്ലോക്കാന്നാ, പിന്നെ നോക്കിയപ്പോൾ എന്താ കാര്യം. ഡീസൽ കിട്ടാനില്ലേ? നമുക്ക് വേണ്ടേ? 3 പമ്പായി. 15 പമ്പാ? അല്ല, നമ്മൾ കയറാൻ ശ്രമിക്കുന്നത് ഇവിടെ കിട്ടുമായിരിക്കും. ജിയോയിൽ കിട്ടാൻ സാധ്യത കൂടുതലാണല്ലോ എല്ലാം കൊണ്ടും.
രക്ഷയില്ല. പൊക്കോ എന്ന് കാണിക്കുന്നുണ്ട്. ശരിക്കും നല്ല പച്ചപ്പുള്ള വളരെ ഗ്രാമീണമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പലതരത്തിലുള്ള കൃഷികൾ ചുറ്റും നടക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെ കാണാം കൃഷിക്ക് ഒരുക്കിയിട്ടിരിക്കുന്നതും ഒക്കെ. ഇവിടെ വീറ്റ്, അതുപോലെ ജോവ, ബജ്ര, മെയ്സ് ഒക്കെയാണ് മെയിനായിട്ടുള്ള കൃഷി, മില്ലറ്റ് കൃഷി. 20 കിലോമീറ്റേഴ്സ് ടു അജന്ത. അപ്പോൾ ഒരു 10 മിനിറ്റ്. ഇന്ന് മൊത്തത്തിലൊരു ക്ലൗഡി ഡേ ആണെന്ന് തോന്നുന്നു. സൂര്യനൊരു മൂടലുണ്ട്. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇങ്ങനെ കണ്ണെത്താതെ ഒരു തോളിങ്ങനെ മൽച്ചിങ് ചെയ്തിട്ട് തൈ വെച്ചിട്ടുള്ളത് കാണാം. അവിടെ അതുപോലെ തന്നെ ചെറുപയറും അതുപോലെയുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ ധാരാളമായിട്ട് കൃഷി ഉണ്ടെന്നാണ് കാണിക്കുന്നത്. നല്ല കറുത്ത മണ്ണാണ് ഈ ഭാഗത്തൊക്കെ കാണുന്നത്. അതുപോലെ പച്ചപ്പ് കാണുമ്പോൾ എന്ത് രസം. ഓ ലഷ് ഗ്രീൻ. എന്തിനീ പമ്പുകൾ തുറന്നു വെച്ചിടുന്നു എന്ന് ചോദിക്കേണ്ടി വരുമോ? ഡീസൽ എവിടെയുമില്ല. പെട്രോൾ മാത്രമേ ഉള്ളൂ. പെട്രോൾ മാത്രമേ ഇവിടെ ഉള്ളൂ, ഡീസൽ ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ മീറ്ററിൽ ഫുൾ 000 ആയിരുന്നു ഡീസലിന്റെ. പണിയാവോ? അങ്ങനെ 8 മണിയായപ്പോഴേക്കും നമ്മൾ അജന്ത കേവ്സിലെത്തി. 8:10, 1.5 മണിക്കൂർ എടുത്തുള്ളൂ. അജന്ത കേവ്സ് ഉണർന്ന് എഴുന്നേൽക്കണുള്ളൂ എന്ന് തോന്നുന്നു. ആരും ഇല്ല. തുറന്നിട്ടുണ്ടായാൽ മതി. അപ്പൊ ബഹളമില്ലാണ്ട് വേഗം കണ്ട് തീർക്കാം. ബുക്കിംഗ് കൗണ്ടർ. നമ്മൾ പറ്റിക്കപ്പെട്ടു ഗൈസ്. തുറക്കണത് എപ്പോഴാണെന്ന്? 9 മണി. 9 മണിക്ക് തുറക്കുള്ളൂ. അപ്പോൾ 6 മണിക്ക് തുറക്കുന്നു പറഞ്ഞിട്ട് നമ്മൾ 5:30 ഇപ്പോൾ ചാടി കഴിഞ്ഞിട്ട് ഓടി ഇങ്ങോട്ട് വന്നത്. 1 മണിക്കൂർ കൂടി ഉറങ്ങായിരുന്നു. എന്തായാലും ഇവിടെ അതാണ് ഒരു മനുഷ്യല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ഇരിക്കാം. അതില് നല്ല സുഖമാണല്ലോ. കുളിരാർന്ന സ്ഥലത്ത് നടക്കാൻ. ഇപ്പൊ തന്നെ എത്രയുണ്ട്? 31 ഡിഗ്രി ഉണ്ട് 8:15. അപ്പോ 31 ഡിഗ്രി. ആൾക്കാർ വന്ന അവിടെ നിന്ന് ഫുഡൊക്കെ അടിക്കുന്നുണ്ട്. എന്തായാലും ഫുഡ് വണ്ടി ഓഫ് ചെയ്യും. വണ്ടിയിൽ ഡീസൽ കുറവാണ്. ഡീസൽ കിട്ടിയിട്ടില്ല. അതൊരു പ്രശ്നമാകുമോന്ന് അറിയില്ല. അപ്പൊ എന്തായാലും 6 മണിക്ക് തുറക്കുന്നു പറഞ്ഞിട്ട് നമ്മള് ചതിക്കപ്പെട്ടു. അപ്പോൾ 9 മണിക്ക് തുറക്കുള്ളൂ. ബസ് വരും. 4 കിലോമീറ്റർ ബസ്സിലാണ് കൊണ്ടുപോകുക. നമ്മുടെ വണ്ടി വടി കെട്ടണം. എന്നിട്ട് പിന്നെ നടക്കണം. ഒരു ഹോഷു ഷേപ്പിലുള്ള ഇതാണെന്ന് മാപ്പ് കാണിച്ചു തന്നു. അതെ. എത്ര കേവ്സാ? 30 കേവ്സ്. സൺസ്ക്രീൻ ഒക്കെ തേച്ച് പിടിപ്പിക്കുകയാണോ? കനത്തിൽ തേച്ച് പിടിപ്പിക്കൂ. കുഴപ്പമില്ല. Every stone, rock squad, moon stone, crystal. മലയാളമൊക്കെ പറയണ്ടേ? മലയാളം, തമിഴ് इधर की है ना? इधर के प्रॉपर थोड़ा आपका टूरिस्ट आता है तो उधर से थोड़ा लिटिल बिट सीख गया. എന്നോടുള്ള സ്നേഹം കൊണ്ട് 3 എണ്ണം 300 തരാന്ന്. വേണോ? എടുത്തോ? അല്ലേ 2 എണ്ണം എടുത്തേ 250. അപ്പൊ 3 എണ്ണം 300 തരാം. അപ്പൊ 3 എണ്ണം 300 കൊടുക്ക്. അങ്ങനെ നോക്കട്ടെ. ആഹാ, നീ സുന്ദരിയായല്ലോ. ഇതൊക്കെ ഇട്ടപ്പോ നല്ല മാച്ചിങ് ഡ്രസ്സ് ഇട്ടുണ്ടെന്ന്. ഇനി പുള്ളി വെയിറ്റ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇങ്ങനെ ഈ സ്റ്റോൺസിൻ്റെയും ക്രിസ്റ്റൽസിൻ്റെയും ഷോപ്പുണ്ട്. അപ്പം എന്തായാലും സമയമുണ്ടല്ലോ, ആ വഴിക്ക് വരൂ എന്നാണ് പറയണേ. വേണ്ടേ? പറഞ്ഞു കേവ്സ് കണ്ണിൻ്റെ വന്നതിൻ്റെ ഷോപ്പ് കണ്ടോളൂ. അതല്ലേ. അപ്പം നമുക്ക് ഇനിയും കുറച്ച് സമയം കൂടി ഉണ്ട്. അപ്പം നമ്മൾ പുള്ളിയുടെ ക്ഷണം സ്വീകരിച്ചു.
Ajanta necklaces, real stone is here. All people buying here and then sell. And this is citrine stone. And you look the smiling, how it is. You look. എല്ലിന്റെ മണോ? ये सब ऐसी आती है? Yes. किधर से आती है ये ये? माइंस से, अजंता का जो माइंस है ना. ओ अजंता में ज्यादा माइंस है? Yes, yes. ये my uncle, ये जो वॉल्केनिक एरिया है, ओ जो अजंता का वॉल्केनिक एरिया बसाल्ट, ओ बसाल्ट, inside we can get this kind of crystal. ओ This is apophyllite crystal. This is natural compound. This mountain. तो इसी से बनता है ये सब? ना ये सब इसी से बनता है, नेकलेस भी बनता है इसी से. कितने का ये ऐसे पेपर वेट एंड ऑल? नहीं ये गुड लक के लिए काम, घर में रखने से इससे कितने? शुभ शांति होता है. हाँ ये चांदी नेगेटिव अंदर और पॉजिटिव बाहर फेंकता है, इसके लिए काम आता है. നെഗറ്റീവും പോസിറ്റീവുമാണ് ലോകത്തെ കച്ചവടം മുഴുവൻ നടക്കുന്നത്. ഇതങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി ഇങ്ങനെ സറവറേന്ന് വരും. പിന്നെ വല്ല നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് തലയ്ക്ക് അടിക്കാൻ ये വേണമെങ്കിൽ. पर्पल है amethyst. ആ पर्पल amethyst. നൈസ് അമത്തിസ്റ്റ് നൈസ് पर्पल. ये क्या है? ब्लैक टूरमलिन. ബ്ലാക്ക് टूरमलिन. ടൂർമലിൻ. പ്രകൃതിയുടെ ഓരോ കളികൾ കണ്ട് എന്ത് ഭംഗിയുള്ള സംഭവങ്ങളാണ്. വോൾക്കാനിക്. ये कल्साइट है और चर्चिटोन. ये सब नेचुरल है. नेचुरल है सिस्टर, यहाँ पर बहुत सारे निकलते हैं. ഇത് ഇവിടുത്തെ ഖനികളിൽ നിന്ന് തപ്പിയെടുക്കണതാണ് അല്ല. ये सब कितने का है? all the different. ये वाला 2000 का है. ഓ അത്ര ഗുഡ് ലക്ക് വേണ്ട. नहीं ये मैडम इसमें 2-2 लाख रुपए का पीस होता है. ഇത് 2500 വരും, 2 ലക്ഷം വരെയുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ ഇതിങ്ങനെ മേടിച്ച് നമ്മൾ ഗുഡ് ലക്ക് പോവല്ലേ ചെയ്യാ. ആ പ്രായമുള്ള മോൻ തെറ്റിയിട്ട് നെഗറ്റീവ് അന്തർ പോസിറ്റീവ് ബഹർന്നാട്ട പറഞ്ഞത്. ശരിക്കും എന്താണാവോ? टाइगर है जानते हो ना, टाइगर है, किड्स है. Sister, you take a smaller one. പുള്ളി സിസ്റ്റർ എന്നുള്ള ഒരു പീരീഡിലാണ് നിൽക്കുന്നത്. Quality of difference. ये भी अच्छा है ओनिक्स वाला, ब्लैक ओनिक्स. देखो आप യോനിക്സ് को कितने का है? हाँ? യോനിക്स ये 1800 का बिग बीट्स है ना सिस्टर. बीट्स का डिफरेंट होता है. സ്ഥലം വരും. ആ ये कितने का है? कौन सा 1800. सेम. Yes, sister. Very keep the water and if you have to इसको सेम कलर रखना हो तो one time coconut hair oil लगाना. Is going same this green color. Somebody present you not buying this. Anybody give you so he's going lucky. Yeah. So I give you this for gift for you because morning time I want to good luck. हाउ मच लास्ट प्राइस? 1000 sister. नो मॉर्निंग प्राइस हमको भी गुड लक दे दो ना. This is cave number 26 in Ajanta. Cave number 26 sleeping Buddha. हाँ And you like one necklace sister. I make all together how much you give because I want a morning time good luck your hand sister. ഇതെല്ലാം കൂടി 2000. Together? 3000 all नो together. नो 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 2000 में जाएगी तो जाएगी सिस्टर. नहीं ब्रदर 2500. I नहीं don't नहीं ask. 500 नहीं. Please. इसको दिखाओ ना. हुआ Sister. बस इज कमिंग ना. हमने गुड लक दिया ना Yeah. तो मेनी विल कम. वी आर गुड वेट. I sell this piece only. बस इज कम. No, bus is every 5 minutes sister. नो 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 वी नीड द फर्स्ट बस. Bus going 9:15 sister. I am not wrong information. After हम this- किधर भी जाएगी उधर गुड लक आती है. Yeah, thank you sister. हाँ तो You're lucky. I will show you bus, no problem sir. Don't worry. I will show you bus. और हम आपको बस में 2000 കൊടുത്തേ പോവാ. और हम आपको बस में बिठाएंगे. അല്ല ഒറിജിനൽ നാച്ചുറൽ സ്റ്റോൺ ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ കുറച്ച് വാങ്ങിയത്. അങ്ങനെയല്ല എന്ന് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബസ്സിൽ കയറി അജന്തയിലേക്ക് പോകാം. കുറേ കാലം കൂടി ബസ്സിൽ നിന്ന് പോവാണ്. ഓസ്ട്രിയൻ അജന്ത കേവ്സിനെ കുറിച്ച് പഠിക്കാൻ പുസ്തകമൊക്കെ വാങ്ങി. ഇതാ ചിലരൊക്കെ അതിരുന്ന് വായിക്കുന്നുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ അജന്ത കേവ്സ്, അജന്ത ഹിൽസ് കണ്ട് 4 കിലോമീറ്റർ പോകണം ബസ്സിൽ. ഇതാ കൗണ്ടറിൽ ബോർഡ് കണ്ട ഇന്ന കേവ്സിൻ്റെ മുമ്പിൽ തേനീച്ചകളെ സൂക്ഷിക്കണം എന്നുള്ളത്. നമ്മൾ എല്ലോറയിൽ തേനീച്ച കൂട് കണ്ടിരുന്നല്ലോ, അതുപോലെ ഇവിടെ ധാരാളമായിട്ട് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ വാർണിംഗ്. അജന്ത ഗുഹകളുടെ നല്ലൊരു ലേഔട്ടും ഡീറ്റെയിൽസും അവിടെ വെച്ചിട്ടുണ്ട്. 30 റോക്കറ്റ് ഗുഹകളാണ് ഇവിടെ ഉള്ളത്. ഇറ്റ്സ് എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ഈ ഹോഷു ഷേപ്പിലുള്ള മലയുടെ അതേ ഷേപ്പിൽ താഴെ കൂടെ വാലി കൂടെ വഗോറ നദി ഒഴുകുന്നുണ്ട്.
ഇപ്പോൾ വെള്ളം കുറഞ്ഞു കിടക്കുകയാണെങ്കിലും അത്യാവശ്യം പച്ചപ്പൊക്കെ ഉണ്ട്, കിളികളുടെ ശബ്ദങ്ങളുണ്ട്. ഇത് കുറച്ചധികം കയറി എത്താനുണ്ട് കേട്ടോ. Buddhist rock in Ajanta caves are only 2 kilometers from Jalpaiguri. കയറ്റം കയറുമ്പോൾ നല്ല കഥപ്പാ. ധാരാളം കുരങ്ങന്മാരുണ്ട് ഈ ഏരിയയിൽ. ചൂലൊക്കെ പിടിച്ചൊരു ടീം തന്നെ ഇരിക്കുന്നുണ്ട്, അതുപോലെ അടിച്ചു വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതൊരു നല്ല സംഭവമായിട്ട് തോന്നി. ഏർലി മോർണിംഗ് തന്നെ ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട്. എല്ലോറ കേവ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു ദൂരക്കാഴ്ച കിട്ടുന്ന പോലെ ഒരു ഹോഷു ഷേപ്പിലാണ് ഈ അജന്ത ഹിൽസിൻ്റെ ഒരു കിടപ്പ്. അപ്പോൾ നമുക്കിനി ഓരോ ഗുഹകളായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. സോ സ്റ്റേ വിത്ത് us. താങ്ക് യു ഫ്രം FTT.